ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ രാധികാമ്മ വരുണിനെ ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് വരുണിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ഗീതുവിൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കൂടെ കൊല്ലണം, ഇല്ലാതാക്കണം എന്ന് പറയുകയാണ്. പക്ഷേ ഇങ്ങനെ ഗോവിന്ദ് വിഷമിക്കുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടെന്ന് രാധികാമ്മ പറയും. പക്ഷേ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ രാധികാമ്മ പറയുകയാണ്. അങ്ങനെ അവർ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണെങ്കിൽ കിഷോറിനെയും കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും, അവൻ 10 ലക്ഷം രൂപ ആ വീഡിയോ കാണിച്ച് ചോദിച്ചേക്കുന്നത്, ഇനി 10 കോടി രൂപയാണ് ചോദിച്ചേക്കുന്നത്, ഇനി അത് അവൻ എങ്ങനെ കൊടുക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അത് ഓർത്ത് ടെൻഷൻ ആവണ്ട, കിഷോറിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും സുവർണയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ സുവർണ പറയുന്നുണ്ട്, അപ്പോൾ സുവർണയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കണം, കുഞ്ഞിൻ്റെ ഒപ്പം തന്നെ അവരെ കൂടി ഇല്ലാതാക്കണം. എന്നിട്ടിങ്ങനെ സുവർണനെ കല്യാണം കഴിക്കുന്ന കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുവർണയാണെങ്കിൽ അത് ഭയങ്കര ഇങ്ങനെ കാര്യമായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങനെ വരുൺ കല്യാണം കഴിക്കുമല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷേ വരുൺ മനസ്സിൽ വിചാരിക്കുക, ഇനി എന്ത് വന്നാലും ആ ഒപ്പം തന്നെ രേഖയെ ഇല്ലാതാക്കിയിട്ട് രേഖനെ എനിക്ക് അങ്ങനെ വന്നാൽ മാത്രമാണ് ഒഴിവാക്കാൻ പറ്റുള്ളൂ, ഗോവിന്ദേട്ടനൊക്കെ എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ രേഖനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ സുവർണനെ വിവാഹം ചെയ്യില്ല, എനിക്ക് യോജിച്ച വേറൊരു പെൺകുട്ടീനെ ഞാൻ വിവാഹം ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വരുൺ മനസ്സിൽ വിചാരിക്കുക കേട്ടോ. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ സുവർണയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ പറയുന്നൊന്നുമില്ല. അപ്പോൾ സുവർണ വിചാരിക്കുവാണ്, എങ്ങനെയും വരുണിൻ്റെ ഒപ്പം ഇനി ജീവിക്കാമല്ലോ, അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സുവർണ ഇങ്ങനെ സ്വപ്നം കാണുന്നതാണ് കാണിക്കുന്നത്. അതേസമയമാണെങ്കിൽ അയ്യപ്പേട്ടൻ മാങ്ങയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ മാമ്പൂ കണ്ടും ഒന്നും കൊതിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് ഫുള്ള് ഓരോ പഴഞ്ചൊല്ലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും വന്നിച്ച് രേഖ ചോദിക്കും, ഇതെന്താ എന്തൊക്കെയായിരുന്നു, ഇനി ഈ മാങ്ങയെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ എന്തേലും അറിയുന്ന കള പറ്റുമെന്ന് പറയുന്നത് കയറെടുക്കാൻ ഓടരുത് എന്നൊക്കെ പറയാം. എന്നിട്ട് ഇപ്പോൾ ഗീതു വരും കേട്ടോ അങ്ങോട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഈ മാങ്ങയായിട്ട് ഇവിടെ ഇരിക്കാതെ വല്ല പുറത്തും പോയിരിക്കുകയാണ്, ഇത് മുഴുവൻ വിറ്റ് തീർക്കാമെന്ന് പറയുന്നു. അപ്പം കാഞ്ചനയും പറയുക, ശരിയാ, പുതിയ ഒരു ബിസിനസ് തുടങ്ങാം അയ്യപ്പേട്ടൻ എന്നൊക്കെ പറയുന്നു. എന്തോ ഒരു സ്വപ്നം കണ്ട ഞാൻ ഈ മാങ്ങയെല്ലാം പറിച്ചുകൊണ്ട് വന്നത്, ഇനി ആ എല്ലാം മാവിൽ മേടിച്ച് നിർത്തിയേക്കുന്ന മാങ്ങയെല്ലാം ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയാം കേട്ടോ ഇങ്ങനെ. എന്നിട്ടത്തേക്കും അച്ചാറിട്ടാലും എന്തോരം തീരാനാ എന്നൊക്കെ പറയാം. എന്നിട്ട് പറയും, ഒരു കവർ ഇങ്ങെടുത്തേ, എന്നിട്ട് പറയാമെന്നുണ്ട്, ഒരു കവർ ഇങ്ങെടുത്തേ, കവറിൽ ഈ മാങ്ങ എല്ലാം ആക്കണം എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുക, അതെന്തിനാ ഇനി ഓൺലൈൻ ബിസിനസ് ആണോ എന്ന് ചോദിക്കുവാണ് കാഞ്ചന. അല്ല, എൻ്റെ കുറേ നമുക്ക് ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് ഈ മാങ്ങ തീർക്കാമെന്ന് പറയും. അപ്പോൾ കാഞ്ചന പറഞ്ഞു, എനിക്കൊരു 5 കവറിൽ വേണം, അതെന്തിനാ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഭാര്യമാർക്ക് കൊടുക്കാനാണ്, കുറച്ച് ബോയ് ഫ്രണ്ട്സാണ്, അവരുടെ ഭാര്യമാർക്ക് അവർ കൊടുത്തോട്ടെ, അതിനു വേണ്ടിയാന്നൊക്കെ പറയുന്നു. എന്നിട്ട് അയ്യപ്പദാസ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ എൻ്റെ നേർച്ചയൊന്നും നേർന്നത് ശരിയായി കാണില്ല, അതുകൊണ്ടായിരിക്കും, ഇനി ഞാനിതിലൊരു നേർച്ച എൻ്റെ കണ്ണിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ്, എൻ്റെ ഗണപതി കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ കൊണ്ടുവന്ന് അവിടെ വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്ന കിഷോറിനെയും അവർണികേനെയാണ്. അപ്പോൾ കിഷോറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർണിക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്കും അവിടെ പുതിയൊരു സെറ്റ് കിടക്കുക കേട്ടോ അവരുടെ റൂമിൽ. അപ്പോൾ ചോദിക്കുന്നത്, എന്തിനാ ഒരു സെറ്റ് കൂടെ വന്നേ? അപ്പോൾ പറയും, ഡാഡി വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു റൂമിൽ 2 ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് ജീവിക്കുന്നതായിട്ട് ഡാഡി അറിയണ്ട. അപ്പോൾ ചോദിക്കും, നിനക്ക് കിടക്കാനായിരിക്കും, എനിക്ക് കിടക്കാനല്ല, നിനക്ക് കിടക്കാൻ, ഇനി തൊട്ട് കിഷോറെ നീ ആയിരുന്നു അതിൽ കിടക്കുന്നതെന്ന് പറയും. ഞാൻ കട്ടിൽ കിടക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ടപ്പോഴത്തേക്കും കിഷോർ പറയും, ഞാൻ കിടക്കില്ല എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറയും. ഞാൻ ഡൈവോഴ്സ് തരാം, എൻ്റെ ഡാഡി എൻ്റെയും പേര് തന്നേക്കുന്ന എൻ്റെ സ്വത്തും അതെല്ലാം എനിക്ക് തന്നേച്ച് നീ പൊക്കോ, ഇതെനിക്കും എൻ്റെ കുഞ്ഞിനും അവകാശപ്പെട്ടതാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, അത് വേറെ ആരുടെയും കുഞ്ഞാന്നുള്ള രീതിയിൽ കിഷോർ സംസാരിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യം വരുവാണ്. അപ്പോൾ കിഷോറിൻ്റെ തള്ളി അങ്ങോട്ട് ഇടുവാണ്. എന്നിട്ട് പറയും, നിനക്ക് വിശ്വാസം ഇല്ലല്ലേടാ നിൻ്റെ കുഞ്ഞിനെന്ന് പറയും, എൻ്റെ വയറ്റിൽ വളരുന്ന വേറെ ആരുടെ കുഞ്ഞല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഒന്ന് ചാൻസ് പറഞ്ഞതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പറയും, എനിക്കറിയാം നിന്നെ അങ്ങനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുക. എനിക്കറിയാം നിന്നെ ഒരു ഡാഡിയുടെ ഗണ്ണെടുത്ത് നിന്നെ ഷൂട്ട് ചെയ്യാൻ എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കിഷോർ വിചാരിക്കും, ഇനി മിണ്ടാതെ ഇവിടെ തന്നെ കിടക്കാം എന്ന് വിചാരിച്ച് കിഷോർ സെറ്റിയിൽ കിടക്കുന്നു. അവർണികയാണെങ്കിൽ ബെഡിലും പോയി കിടക്കുവാണ്. അത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കിഷോർ അവിടെ കിടന്നുറങ്ങി. അപ്പോൾ അവർണിക വിചാരിക്കുകയാണ്,
അവൻ അയച്ചു കൊടുത്ത വീഡിയോ അവർക്ക് അയച്ചു കൊടുത്ത ആ വീഡിയോ അതെന്താണെന്ന് എനിക്ക് നോക്കണമെന്ന് വിചാരിച്ച് വേഗം വന്നിച്ച് ടാബൊക്കെ എടുത്ത് നോക്കുക. അപ്പോഴത്തെ ഫോൺ കാണുന്നില്ല. അപ്പോഴാണ് ടാബ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫോൺ കാണുന്നത്. അന്നേരപ്പോഴത്തേക്ക് നോക്കുന്നുണ്ട്, ഫോണിലിങ്ങനെ എടുത്തെന്ന് നോക്കുമ്പോൾ അവൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലേ. അപ്പോൾ കൈ എടുക്കാമെന്ന് നോക്കും. ഫോൺ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അവൻ ഉണരുവാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി എന്നിട്ട് എന്നാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ 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 പേടിച്ച് എന്തോ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കള്ളത്തരം കണ്ടുപിടിച്ചാലോ എന്നോർത്ത് അവൻ എന്ത് വീഡിയോയാണ് രാധിക ആൻറ്റിക്ക് അയച്ചു കൊടുത്തതെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് എന്നുള്ള രീതിക്കാണ് കാണിക്കുന്നത്. പക്ഷേ ഇവൻ വേഗം ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ എടുക്കാനും ഒന്നും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നീ എന്തിനാ അപ്പം ഇങ്ങനെ ഇരുന്ന് വീഴുന്നല്ലോ എന്നോർത്ത് ഞാൻ കിടത്താൻ വന്നത്. അപ്പം നിനക്ക് എന്നോടൊരു സ്നേഹമുണ്ടല്ലേ, അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെ ഞാൻ വീഴാൻ തുടങ്ങിയപ്പോൾ എന്നെ ഇങ്ങനെ പിടിച്ച് കിടത്തിയ, നീ എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് എന്തിനാ നിനക്ക് എന്നോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിലൊളിപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കിഷോർ അവർണികയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർണി പറയും, എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല, അല്ല എനിക്കറിയാം, അതുകൊണ്ടല്ലേ നീ എന്നോടത്ത് ഇങ്ങനെ പുറമെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ കിടത്താൻ നോക്കിയാൽ, നമുക്കെല്ലാം മറന്ന് നമുക്കൊരു ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ഇല്ലയെന്നിങ്ങനെ പറയുന്നുണ്ട് അവർണിക. അതിനുശേഷം പറഞ്ഞു, ഞാൻ നിൻ്റെ ലാപ്പ് പോകണ്ടല്ലോ എന്നോർത്താൽ ഞാനിങ്ങനെ എടുത്തു വെച്ചേ, ലാപ്പ് പോകുമല്ലോ എന്നോർത്താൽ ഞാൻ എടുത്തു വെച്ചേ, അല്ലാതെ നിന്നെ കിടത്താൻ വേണ്ടിയല്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ഞാൻ നിൻ്റെ കട്ടിൽ വന്ന് കിടന്നോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഡാഡിയുടെ ഗണ്ണ് എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ തന്നെ പിന്നെ കിഷോർ കയറി കിടന്ന് സെറ്റിൽ തന്നെ കിടന്നുറങ്ങുവാണ്. അവർണിക കട്ടിൽ കിടക്കും. ഇനി എപ്പോഴാണോ അവനൊന്ന് ഉറങ്ങണേ എന്നൊക്കെ ചോദിച്ചാണ് കിടക്കുന്നത്. ഗീതു രേഖയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പറയും, നിനക്ക് പറ്റിയൊരു അവസരമായിരുന്നു അന്ന് അയ്യപ്പേട്ടൻ പച്ചമാങ്ങയും കൊണ്ട് വന്നേന്ന്. അപ്പം നിനക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, നിനക്ക് പച്ചമാങ്ങ തിന്നാൻ കൊതിയുണ്ട്, അപ്പം എന്നെ ഒന്ന് ഗോവിന്ദേട്ടൻ ഒന്ന് സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം ഗീതു ചോദിക്കുക, എന്നെ പച്ചമാങ്ങ തിന്നാൻ എങ്ങനെയാണ് ഗോവിന്ദേട്ടൻ സഹായിക്കുന്നത്, ഇടി പൊട്ടി എന്ന് ഇങ്ങനെ ഗീതു വിളിക്കുക. അയ്യേ എന്താ ഗീതു ചോദിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നത്, അയ്യേ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഗീതു രേഖയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയുന്നത്, നിനക്ക് മറ്റെല്ലാവരുടെയും കാര്യത്തിൽ ഭയങ്കര ഇതാണല്ലോ പറയാൻ, എല്ലാ കാര്യത്തിലും നീ ചെയ്യുന്നുണ്ട്, പക്ഷെ നിനക്കെന്താ നിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ എന്നെ അങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശമല്ലേ, എന്നെ അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ നല്ല സുന്ദരിയല്ലേ, നല്ല മിടുക്കിയല്ലേ, നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ എന്താണേലും നിന്നെ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, ഏതൊരാളുടെ മനസ്സും ഇളകി പോകും എന്നൊക്കെ ഇങ്ങനെ പറയും, നിന്നോട് എന്താണേലും ഗോവിന്ദേട്ടന് ഇഷ്ടം ഉണ്ടാകും എന്നൊക്കെ പറയാൻ, എന്നാലും ഞാൻ എങ്ങനെയാണ് അത് പറയണേ എന്നൊക്കെ പറയുകയാണ്. ഞാൻ പറയുന്നില്ല എന്ന് എങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയണം. അപ്പോൾ പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ പറയും, ഞാൻ പറഞ്ഞതാണെന്ന് പറയിക്കില്ലേ, ഇല്ല നീ പറഞ്ഞതാണെന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാനൊന്ന് സംസാരിക്കാം. അപ്പോൾ ചോദിക്കും, ഗോവിന്ദേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഗോവിന്ദേട്ടൻ യോഗ ചെയ്തിരിക്കുവാന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പോഴാണ് പറ്റിയ സമയം, മനസ്സൊക്കെ ശാന്തമായിട്ടിരിക്കുവാണ്, നീ വാ എൻ്റെ കൂടത്തിൽ എന്ന് പറഞ്ഞ് രേഖ ഒരു ഗ്ലാസ് കോഫിയൊക്കെ ആയിട്ട് ഗോവിന്ദേട്ടൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ എന്നിട്ട് ഗീതു പുറകിൽ നിൽക്കുവാണ്. എന്നിട്ട് ഗോവിന്ദേട്ടൻ്റെ അടുത്ത് എനിക്ക് പറയുന്നുണ്ട്, രേഖ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയണം ഗോവിന്ദേട്ട. എന്താ പറഞ്ഞു? അതെ എനിക്കൊരു കാര്യം പറയണം, ആരും എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നൊന്നും അല്ല എന്നൊക്കെ പറയും. എന്താ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയും. അതെ ഞാൻ എങ്ങനെ പറയും, അതെ എന്നൊക്കെ ഇങ്ങനെ രേഖ എനിക്കിങ്ങനെ പറയാൻ തുടങ്ങാനൊരു ബുദ്ധിമുട്ടില്ല. അല്ല ഞാനൊരു പ്രണയകഥയാണ്, അത് പ്രണയകഥ പറയട്ടെ. പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോളാം ഗോവിന്ദ് പറയാണ്. എന്നിട്ട് ഞാനൊരു പ്രണയകഥയാണ് ഗോവിന്ദേട്ട പറയാൻ പോകുന്നത്, അപ്പോൾ ആ കഥയിലൂടെ തന്നെ ഞാൻ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് പറയാം എന്ന് ഇങ്ങനെ രേഖ പറയുക കേട്ടോ. എന്നിട്ട് ആ പ്രണയകഥ പറയാൻ തുടങ്ങുവാണ്. അപ്പം ഗോവിന്ദനാണ് ആകെ അന്തം വിട്ടിങ്ങനെ നോക്കും, ഈ രേഖ എന്താ പറയുന്നതെന്ന് ഓർത്ത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നാളെ.